പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 32 മുതൽ 34 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. അവന്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി. കാരണം അധികാരത്തോടു കൂടിയതായിരുന്നു അവന്റെ വചനം. അവിടെ സിനഗോഗിൽ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ഉണ്ടായിരുന്നു. അവൻ ഉറക്കെ നിലവിളിച്ചു പറഞ്ഞു, നസ്രായനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഈ തിരുവചന ഭാഗത്തിൽ ഈശോയുടെ അധികാരത്തോടു കൂടിയ വചനം കേട്ടവരിൽ 2 പ്രതികരണങ്ങൾ കാണാൻ സാധിക്കും. ഒരു കൂട്ടർ വിസ്മയിച്ചു, എന്നാൽ രണ്ടാമത്തെ പ്രതികരണം അശുദ്ധാത്മാവ് ബാധിച്ച വ്യക്തിയുടേതാണ്. ഈശോയുടെ വചനം ആ വ്യക്തിയിൽ അസ്വസ്ഥത ഉളവാക്കി. അവൻ സ്വന്തം കാര്യത്തിൽ ഇടപെടുവാൻ കർത്താവിനെ അനുവദിക്കുന്നില്ല. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, ദൈവിക അധികാരത്തിന് വിധേയപ്പെടുവാൻ അശുദ്ധാത്മാവ് ബാധിച്ച വ്യക്തിക്ക് മനസ്സില്ല. ഇന്ന് നമ്മളായിരിക്കുന്ന ജീവിതാവസ്ഥയിൽ കർത്താവിൻ്റെ അധികാരം വരുന്നത് തിരുസഭയിലൂടെയും സഭയുടെ നിലപാടുകളിലൂടെയും തീരുമാനങ്ങളിലൂടെയുമാണ്. തിരുസഭയോടും സഭാ നിലപാടുകളോടും വിധേയപ്പെടാതെ തങ്ങളുടെ കാര്യത്തിൽ ഇടപെടുവാൻ കർത്താവിൻ്റെ അധികാരത്തെ അനുവദിക്കാത്ത പ്രവണത, അത് തീർത്തും പൈശാചികമാണെന്നാണ് ഈ സുവിശേഷ ഭാഗം നമ്മളെ പഠിപ്പിക്കുക. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാർക്കർക്ക് എഴുതിയ ലേഖനത്തിൽ 13-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള തിരുവചന ഭാഗം ഇങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുക. ദൈവത്തിൽ നിന്നല്ലാതെ അധികാരമില്ല. നിലവിലിരിക്കുന്ന അധികാരങ്ങൾ ദൈവത്താൽ സ്ഥാപിതമാണ്. തന്നിമിത്തം അധികാരത്തെ ധിക്കരിക്കുന്നവൻ ദൈവിക സംവിധാനത്തെയാണ് ധിക്കരിക്കുന്നത്. ധിക്കരിക്കുന്നവൻ തങ്ങൾക്ക് തന്നെ ശിക്ഷാവിധി വരുത്തിവെക്കുന്നു. ആരെല്ലാം ദൈവത്തിൻ്റെ അധികാരത്തിന് വിധേയരായി ജീവിച്ചിട്ടുണ്ടോ അവരെ കർത്താവ് നയിക്കുകയും ഉയർത്തുകയും ചെയ്യും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ എളിമയോടെ നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ മൗതിക ശരീരമായ തിരുസഭയോട് ചേർന്ന് നിന്നുകൊണ്ട്, വിധേയപ്പെട്ടുകൊണ്ട് ഈശോയുടെ കൃപയുടെ സമൃദ്ധി സ്വീകരിക്കുവാൻ നമ്മൾ ശക്തിപ്പെടട്ടെ. ഈ തിരുവചനം കേൾക്കുന്ന വ്യക്തികളിൽ പരിശുദ്ധാത്മാവ് നിറയപ്പെടട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.